Among the following is not equal to 1. Which among the following is not equal to 1? ഒന്നിനോട് ഈക്വൽ അല്ലാത്ത സംഖ്യ ഏത്? ഒന്നിന് തുല്യമല്ലാത്ത സംഖ്യ ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? Which among the following is not equal to 1? ഒന്നിന് തുല്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ശരിക്കും ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെ ചോദ്യം വരിക. ഓപ്ഷൻ എ, നിങ്ങൾ ഓപ്ഷൻ എയോ ബിയോ സി ആണെങ്കിൽ ടൈപ്പ് ചെയ്താൽ 5 - 4. ചോദിച്ചത് ഒന്നിന് തുല്യമല്ലാത്തതാണ്. ഓപ്ഷൻ ബി, -5. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ ഇപ്പൊ കാണുന്നതായിരിക്കും. -5 + 4. ഓപ്ഷൻ സി, -4 + 5. ഓപ്ഷൻ ഡി, -5 1/2 + 6 1/2. പല കുട്ടികൾക്കും ഇത് ക്ലാസ്സിൽ എടുത്തിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് അറിയാവുന്ന കുട്ടികൾക്ക് പറയുകയും ചെയ്യാം. എല്ലാവരും ഓപ്ഷൻ ബി ആണ് ടൈപ്പ് ചെയ്തത്. ഓപ്ഷൻ ബി ആണ് ടൈപ്പ് ചെയ്തത്. എത്ര പേര് ഓപ്ഷൻ ബി ടൈപ്പ് ചെയ്തിട്ടുണ്ട്? കുറെ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കുറെ കുട്ടികൾ ഓപ്ഷൻ ബി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മൈക്ക് ഞാൻ ഓൺ ചെയ്യും, പേടിക്കണ്ട. നമ്മൾ ആദ്യത്തെ ആൻസർ ഒന്ന് നോക്കി എങ്ങനെ കിട്ടുക. നിങ്ങൾക്കറിയാം 5ൽ നിന്ന് 4 കുറച്ചാൽ 1 സത്യം. 1 എന്ന് മാത്രം പറഞ്ഞാൽ അത് +1, പോസിറ്റീവ് 1. പക്ഷെ നമ്മൾക്ക് ചോദിച്ചത് നോട്ട് ഈക്വൽ ടു 1 എന്നാണ്. 1ന് തുല്യമല്ലാത്തതാണ് ചോദിച്ചത്. രണ്ടാമത്തത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ 5 രൂപ നഷ്ടം, -5 തന്നാൽ നഷ്ടം, ലോസാണ്. ഇന്നലെ എനിക്ക് ഒരു കച്ചവടം ചെയ്തപ്പോൾ 5 രൂപ നഷ്ടം, ഇന്ന് എനിക്ക് ആ കച്ചവടത്തിൽ 4 രൂപ ലാഭം. 4 എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് 4 ആണ്. ഇന്നലെ 5 രൂപ നഷ്ടം, ഇന്ന് 4 രൂപ ലാഭം. മൊത്തത്തിൽ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ് എന്നതാണ് -1. ഇപ്പൊ ഉത്തരം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി മറ്റതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ടൈപ്പ് ചെയ്തവർക്ക് യെസ് എന്ന് അല്ലെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യും. How many numbers are there between 100 and 200 whose sum of digits എന്താണെന്ന് പറഞ്ഞു തന്നിട്ടാണ് ഈ പറഞ്ഞത്. സം ഓഫ് ഡിജിറ്റ്സ്, അതിന്റെ മലയാളം അക്കങ്ങളുടെ തുക എന്നാണ്. അക്കങ്ങളുടെ തുക. ഈ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ ആദ്യം കൂട്ടിയാൽ കിട്ടുന്നതാണ്. ആദ്യത്തെ പ്ലസിൽ കിട്ടുന്ന സാധനമാണ് ഈ സം ഓഫ് ഡിജിറ്റ്സ്. ഈ സംഖ്യയുടെ സം ഓഫ് ഡിജിറ്റ്സ് 21 ആണ്. 21 is the sum of digits of 1,23,456. ഇതാണ് സം ഓഫ് ഡിജിറ്റ്സ്. ഇത് വീണ്ടും കൂട്ടിയിട്ട് ഒറ്റ ഡിജിറ്റിലേക്ക് പോയാൽ ഇത് 2 + 1 3 ആയി. അതിന് നമ്മൾ പറയുക ഡിജിറ്റൽ റൂട്ട് എന്നാണ്, അല്ലെങ്കിൽ അക്കത്തുക എന്ന് മലയാളത്തിൽ പറയുന്നു. ഡിജിറ്റൽ റൂട്ട്, മറ്റത് സം ഓഫ് ഡിജിറ്റ്സ്. ചിലപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് ഒറ്റ ഡിജിറ്റ് ആകാം. അതേസമയത്ത് ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിജിറ്റ് ഉണ്ടാവും. നമ്മുടെ ഡിജിറ്റ്സ് ആണ് 0 1 2 3 4 5 6 7 8 9. നിങ്ങളോട് ആര് ചോദിച്ചാലും ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദെയർ എന്ന് ചോദിച്ചാൽ
നിങ്ങൾ മറുപടി പറയേണ്ടത് 0 to 9 നമുക്ക് 10 ഡിജിറ്റ്സ് ആണ്. ഏറ്റവും ചെറിയ ഡിജിറ്റ് 0, ഏറ്റവും വലിയ 1 ഡിജിറ്റ് 9ഉമാണ്. ഏറ്റവും വലിയ 2 ഡിജിറ്റ് ഏതെന്ന് ചോദിച്ചാൽ 99 ആണ്. 99 ഏറ്റവും വലിയ 2 ഡിജിറ്റ്. ഏറ്റവും വലിയ 3 ഡിജിറ്റ് 999 ആണ്. ഏറ്റവും വലിയ 4 ഡിജിറ്റ് 9999 ആണ്. ഇതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, സന്തോഷം. ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് 1000 ആണ്. ഏറ്റവും വലിയ 4 ഡിജിറ്റ് 9999ഉമാണ്. പക്ഷെ ഇവിടെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ without repeating the digits, which is the largest 4 digit number without repeating the digits എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് 9876 ആണ്. സന്തോഷമുണ്ട്, നിങ്ങൾ എല്ലാവരും എഴുതുന്നത്. അപ്പോൾ 9876 ആണ് ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്. ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കുന്ന വേറൊരു കാര്യമാണ് which is the smallest 4 digit number without repeating the digits ചോദിച്ചാൽ 20. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് 4 digit number, smallest 4 digit number without repeating the digits 1023 ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ചോദിക്കാം. ഇവിടെ ചോദ്യം വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് when we write 1 to 100 how many times is 0 is repeating. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 0 നിങ്ങൾക്ക് 11 തവണ ആവർത്തിക്കുന്നതായിട്ട് കാണാം. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ 1 നിങ്ങൾക്ക് ആവർത്തിക്കുന്നത് 21 തവണയാണ്. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 ആവർത്തിക്കുന്നത് 20 ടൈംസ്. അത് എല്ലാം 20 ടൈംസ് ആണ്. എല്ലാം 20 ടൈംസ് ആണ്. അപ്പോൾ ദ ബേസ് ഓഫ് നമ്പേഴ്സ് ആർ ഡിജിറ്റ്സ്. ഏതൊരു നമ്പറും ഡിജിറ്റ് ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഈ ഡിജിറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇവിടെ എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ആ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ചോദ്യം 3ാം ക്ലാസ്സിലേതാണ്. 3ാം ക്ലാസ് കഴിഞ്ഞ് വന്ന കുട്ടികളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചോദ്യം ഇതാണ്: 100നും 200നും ഇടയ്ക്ക് കൂട്ടിയാൽ 10 കിട്ടുന്ന എത്ര നമ്പറുകളുണ്ട്? How many numbers are there whose sum of digits is 10? അക്കങ്ങളുടെ തുക 10 കിട്ടുന്നത് എത്ര എണ്ണുണ്ട് എന്നുള്ളത് ഞാൻ അങ്ങ് എഴുതി കാണിച്ചു തരാം. 10 എണ്ണേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ വലിയ സംഖ്യയൊക്കെ എഴുതുന്നത്? 1 109 ആണ്. നിങ്ങൾ കൂട്ടി നോക്കൂ. 10 അല്ലേ? ആണോ മുഹമ്മദ് റഷാൻ? 10 ആണോ? 10 ആണോ? 10 അല്ലേ? അല്ലേ? യെസ്. അപ്പൊ ഒരു കുട്ടി മറുപടി പറയണേ, ഒരു കുട്ടി. അപ്പൊ 109. രണ്ടാമത്തത് നിങ്ങൾ പറയൂ 118. കണ്ടോ നിങ്ങൾ പോയ പോക്ക്? 9 8 ആയി. 1 അങ്ങനെ തന്നെ. 0 കഴിഞ്ഞപ്പോൾ 1 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്ത് നോക്കിക്കോളൂ. 127. എന്ത് രസം കാണാൻ. 1 1 1 0 1 2. അപ്പൊ അടുത്ത നിങ്ങൾ പറഞ്ഞു 136. 136. കണ്ട? 1 1 1 1 0 1 2 3. അപ്പൊ അടുത്തതോ 145. 145. കൂട്ടിയാൽ 10 ആണ്. അടുത്തതോ 154. 154. ശരി. അടുത്തതോ 163. 163. അടുത്തതോ 172. 172. അടുത്തതോ 181. 181. അടുത്തതോ 190. 190. എന്ത് രസം അത് കാണാൻ. എല്ലാം ആദ്യം ഒന്നുകൾ, 100ാം സ്ഥാനത്ത് ഒന്നുകൾ, 100 പ്ലേസിൽ ഒന്നുകൾ. ഇനിയോ രണ്ടാമത്തെ 10th പ്ലേസിൽ 0 1 2 3 4 അങ്ങനെ പോയി. മറ്റത് നേരെ റിവേഴ്സ് ചെയ്തു. 0 1 2 3 4 5 6 ഇങ്ങനെ എഴുതി കൊടുക്കണം.
അപ്പൊ ഞാൻ ചെറിയ കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ മറുപടി പറയാൻ ഒരുക്കമാണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ യെസ് വരുന്നുണ്ടോ മുഹമ്മദ് റഷാൻ? യെസ് വരുന്നുണ്ട്. ചോദ്യം ഇതാണ്, 900-നും 1000-നും ഇടയിൽ കൂട്ടിയാൽ 10 കിട്ടുന്ന എത്ര നമ്പേഴ്സ്? 100-നും 1000-നും ഇടയിൽ 100-നും 1000-നും ഇടയിൽ കൂട്ടിയാൽ 10 കിട്ടുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? നമ്മുടെ റെക്ടാങ്കിൾ ആയി. വളഞ്ഞൊക്കെ പോയി എന്നൊക്കെ തോന്നി, പക്ഷെ അത് റെഡിയായി വന്നു. റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ്. കുട്ടികള് യെസ് ടൈപ്പ് ചെയ്ത് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് യെസ് പറഞ്ഞാൽ അത് കേട്ടോ. യെസ്. അത് ഒറ്റ കിട്ടിയ ആരോ വിളിക്കുന്നുണ്ട്. യെസ്, മൈക്കെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശരി. അപ്പൊ മക്കൾ ചെയ്യേണ്ട വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞു. ഇത് നമുക്ക് നേരെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇതിവിടെ ഇങ്ങോട്ട് വരച്ചിട്ട് ഇത് രണ്ടും ഒരേ വലുപ്പമുള്ള 2 സ്ക്വയർ ആക്കി ഞാൻ മാറ്റി. നിങ്ങളും അങ്ങനെ ചെയ്യുവിൻ. ചെയ്തു കഴിഞ്ഞാൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ് വന്നോ മുഹമ്മദ് റഷാൻ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്തെന്നാൽ ഇതൊരു 3 സ്ക്വയർ ആക്കി മാറ്റണം. 1 2 3. ഇത് 3 ഒരേപോലെ സ്ക്വയർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു 3 ഒരേപോലെയാണ് വരേണ്ടത്. അത് വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ വരുത്തണം നിങ്ങൾ. ശരി. അപ്പൊ ചിത്രത്തിൽ ചിലപ്പോൾ സ്ക്വയർ ആയിട്ടില്ലെങ്കിലും ഉദ്ദേശിച്ചതെല്ലാം സ്ക്വയർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് രണ്ടും ഒരേപോലെയുള്ള സ്ക്വയർ ആണ്, ഇത് 3 ഒരേ വലുപ്പമുള്ള സ്ക്വയർ ആണ്. കണ്ടാൽ ചിലപ്പോൾ റെക്ടാങ്കിൾ ആയിട്ട് തോന്നും. ഞാൻ ഇവിടെ അളവൊന്നും എടുക്കാതെ വരച്ചത് കൊണ്ടാണ് അത്. അപ്പൊ നിങ്ങൾ തൽക്കാലം ചോദ്യ പേപ്പറിൽ, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഒരു ചിത്രം തന്നിട്ട് സ്ക്വയർ റെക്ടാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പേരുകൾ അങ്ങനെ മാറിപ്പോയാൽ പോലും ചോദ്യത്തിന് മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക. ഈ ഒന്നാമത്തെ അപ്പൊ ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട പെൻസില്, നല്ല പെൻസില് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ കിട്ടും മാർക്കറ്റിൽ. വരയ്ക്കാൻ വേറെ പെൻസിൽ, ഷെയ്ഡ് ചെയ്യാൻ വേറെ പെൻസിൽ. ഇപ്പൊ USSന്റെ കുട്ടി ഒരു റെഡിങ് പേനയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം. അപ്പൊ ഇവിടെ ഷെയ്ഡ് ചെയ്തു കഴിഞ്ഞോ? കഴിഞ്ഞിട്ട് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് ABCD എന്ന പേര് കൊടുക്കുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ക്വയറിന്റെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ റെക്ടാങ്കിളിനെ 5 സ്ക്വയർ ആക്കി മാറ്റി എന്നാണ് ഞാൻ പറയുന്നത്. സ്ക്വയർ ആണെന്ന് വിചാരിക്കണം, നേരത്തെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 144 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം,
ഈ ഒരു ഫിഗറിന്റെ മൊത്തം ഏരിയ എത്രയാണ്? ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കൂ മുഹമ്മദ് റഷാദ്. ഓക്കെ സർ. മുകളിൽ തന്നിരിക്കുന്ന റെക്ടാങ്കിൾ ഈ ഫിഗറിന്റെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ക്വയറിന്റെ ഏരിയ 144 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഈ ഫിഗറിന്റെ ടോട്ടൽ ഏരിയ എത്രയായിരിക്കും? USSന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് USSന്റെ ചോദ്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന പാഠത്തിന്റെ മുമ്പേ ചോദ്യങ്ങൾ വരും. അപ്പോൾ രക്ഷിതാക്കൾ അവരെ ഇപ്പോൾ സഹായിക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടിക കറക്റ്റ് ആയിട്ട് ഉറപ്പിക്കുക. 1നും 100നും ഇടയിലുള്ള 25 പ്രൈം നമ്പർ അവർ കാണാതെ പഠിച്ചോ, അഭാജ്യ സംഖ്യകൾ കാണാതെ പഠിച്ചോ എന്ന് ഉറപ്പിക്കുക. 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പറും കാണാതെ പഠിക്കേണ്ടതാണ്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, 1 മുതൽ 30 വരെയുള്ള വർഗസംഖ്യകൾ സ്ക്വയർ നമ്പേഴ്സ്, 1നും 100നും ഇടയിലുള്ള 25 അഭാജ്യ സംഖ്യകൾ. ഈ 3 കാര്യം നിങ്ങളുടെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടികൾ ഗിഫ്റ്റഡ് കുട്ടിയാവില്ല. ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസ ജില്ലയിലെ ഇപ്പൊ തൃശ്ശൂര് അമ്മാടം സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അവർ ചേർപ്പ് ഉപജില്ലയിലാണെങ്കിൽ, വിദ്യാഭ്യാസ ജില്ലയിലാണെങ്കിൽ, ചേർപ്പ് വിദ്യാഭ്യാസ ജില്ലയിലാണെങ്കിൽ അവിടെ ഇന്ന് ടോപ്പ് മാർക്കുള്ള 45 കുട്ടികളെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പൊ ഈ 63 മാർക്ക് മാത്രം കിട്ടിയാൽ പാസ്സാകുമെന്ന് വിചാരിച്ചാൽ 63 കിട്ടില്ല, തോറ്റുപോകും. നിങ്ങൾക്കുള്ളത് മൊത്തം 90 മാർക്കാണ്. ഫസ്റ്റ് പേപ്പർ 45, സെക്കൻഡ് പേപ്പർ 45, 45, 90 90 കിട്ടണം എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ 63 നവീൻ കിട്ടൂ. എന്നാലാണ് നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടുക. ആ 80 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിന്റെ ഗേറ്റിന്റെ മുന്നിൽ ആ 80-ലധികം മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ ഫോട്ടോ വലുതായിട്ടും 63-ന്റെ മേലെ കിട്ടുന്ന കുട്ടികളുടെ ഫോട്ടോ ചെറുതായിട്ടുമാണ് കാണുക. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞത് പഠിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ ഇങ്ങോട്ട് തന്നോളൂ. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുക. അത് പഠിക്കാത്ത കുട്ടികൾക്കൊന്നും ഇത് കിട്ടില്ല എന്ന് ആദ്യമേ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് സ്കൂളില് പോർഷൻസ് എടുക്കുന്നതൊന്നും കാത്തു നിൽക്കാതെ ഈ സംഭവം വേഗം പഠിപ്പിച്ചേക്കുക. അതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് അധികവും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 144 തന്നതെങ്കിൽ ആ 144-ന്റെ സ്ക്വയർ റൂട്ടായ 12 ആയിരിക്കും ഇതിന്റെ ഒരു വശം. 12 × 12 144. അതാ കുട്ടി അറിയണ്ടേ. അപ്പൊ 12 × 12 കിട്ടി. ഇതും ഒരേ വലിപ്പമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും 12 ആണല്ലോ. ഈ 12ഉം ഈ 12ഉം കൂടി കൂട്ടിയാൽ മൊത്തം 24 ആകും. അത് ഈ റെക്ടാങ്കിളിന്റെ നീളമാണ്. ഇനി ഈ 24-നെ ഞാൻ 3 തുല്യമായിട്ടുള്ള സമചതുരങ്ങളായിട്ട് സ്ക്വയർ ആയിട്ട് മാറ്റിയെങ്കിൽ ആ 24-നെ 3 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 8 ആണ്. അപ്പൊ ഇത് 8 ആണ്. 8 × 8 64. ഇതെല്ലാം 64 ആണ്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇവിടെ 12ഉം ഇവിടെ 8ഉം. അപ്പം ഒരു ഭാഗം വീതി 20 ആയി. ഇനി ഇവിടെ 12ഉം ഇവിടെ 12ഉം ആവുമ്പോൾ നീളം 24 ആയി. 24-നെ 20 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മുഹമ്മദ് റഷാൻ? 480. 480. ഏതെങ്കിലും കുട്ടികൾ 480 ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? നോ സർ.
അപ്പൊ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കുട്ടികൾ തന്നിട്ടില്ല. ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. അപ്പൊ അവർക്ക് കൊടുക്കുക, അവർ പറയാനുള്ള മറുപടി ഇതൊക്കെ ആയിരിക്കും. സാറേ, ഞങ്ങൾക്ക് അതൊന്നും എടുത്തിട്ടില്ല. അപ്പൊ അതിന് നിങ്ങളോട് അങ്ങോട്ടുള്ള മറുപടി ഇതാണ്: നിങ്ങൾ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് തുടക്കം എന്ന നിലക്ക് ചില കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്, ആദ്യം നമ്മൾ തുടങ്ങിയത് USS നമ്പേഴ്സ് വെച്ചിട്ടാണ്. ആ നമ്പേഴ്സിലെ എല്ലാ നമ്പേഴ്സും അടങ്ങിയിരിക്കുന്ന PDF ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് ഇംഗ്ലീഷ് മീഡിയത്തിലുണ്ട്, മലയാളം മീഡിയത്തിലുണ്ട്. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേറൊരു നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട് കുറച്ച് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. കൗണ്ടിങ് നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 1 നിന്നാണ്. ദ ലീസ്റ്റ് കൗണ്ടിങ് നമ്പർ ഇസ് 1. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ്. ഇവിടെ 1 മുതൽ തുടങ്ങുന്നതാണ് എണ്ണൽ സംഖ്യ. ആ എണ്ണൽ സംഖ്യയിൽ ഏറ്റവും ചെറുത് 1 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓഡ് നമ്പറും പ്രത്യേകം മാറ്റിയിടുന്നു. ഓഡ് നമ്പർ. അതിൽ നിന്ന് നമ്മൾ ഈവൻ നമ്പേഴ്സ് മാറ്റിയിടുന്നു. ഇരട്ട സംഖ്യ 2, 4, 6 ഇങ്ങനെ പോകും. അപ്പോൾ ഓഡ് നമ്പറും ഈവൻ നമ്പറും കൂടി ചേർന്നിട്ട് ആണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് ഞാൻ നിങ്ങളെ USSന് വേണ്ടിയിട്ട് വേറൊരു നമ്പേഴ്സിലേക്കാണ് കൊണ്ടുപോവുകയാണ്. ആ നമ്പേഴ്സ് മുമ്പ് ക്ലാസ് കിട്ടിയ കുട്ടികൾ ഉണ്ടാവും. അവർ ദയവ് ചെയ്ത് ക്ഷമിക്കുക. നിങ്ങളുടെ കൂടെ ഇവരെയും കൂടി എത്തിക്കേണ്ടിയിട്ടാണ് ഞാൻ ഇത് കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക. നാച്ചുറൽ നമ്പേഴ്സ് ആയ 1 നമ്മൾ സെന്ററിൽ എഴുതിയിട്ട് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു. 1ന്റെ കൂടെ അടുത്ത നാച്ചുറൽ നമ്പർ ആയ 2 കൂട്ടിയപ്പോൾ 2, 3, 3 കിട്ടുന്നു. 1 + 2 + 3 ഈസ് ഈക്വൽ ടു 6. 1 + 2 + 3 + 4 ഈസ് ഈക്വൽ ടു 10. 1 + 2 + 3 + 4 + 5 ഈസ് ഈക്വൽ ടു 15. വീട്ടിൽ നിന്ന് ബാക്കിയുള്ള മൊത്തം 10 വരികൾ നിങ്ങൾ എഴുതുക. എഴുതുന്ന സമയത്ത് ഇതൊരു ത്രികോണത്തിന്റെ ഷേപ്പിൽ വരണം. ഈ സംഖ്യക്ക് പറയുന്ന പേരാണ് ത്രികോണ സംഖ്യ. അപ്പൊ നിങ്ങൾ ഇതിന് ചുറ്റും ഒരു ത്രികോണം അങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ ഇതിന് പറയുന്നത് ത്രികോണ സംഖ്യ. അത് ഞാൻ പ്രത്യേകം ഇവിടെ എഴുതുകയാണ്. 1, 3, 6, 10, 15, 21, 28, 36, 45, 55. ഇവിടെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരും. 10ാമത്തെ ത്രികോണ സംഖ്യ ഏത്? 1 മുതൽ 10 വരെ കൂട്ടിയാൽ എത്ര? ഇതെല്ലാം 55 ആണ്. നേരത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ച 100നും 1000നും ഇടയ്ക്ക് എത്ര സംഖ്യകൾ 10 കൂട്ടിയാൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവും 55 ആണ്. അപ്പൊ അവിടെയാണ് നമ്മൾ നേരത്തെ ആ ചോദ്യം വെച്ച് തുടങ്ങിയത്. 55 10ാമത്തെ ത്രികോണ സംഖ്യയാണ്. കിട്ടാനുള്ള മാർഗം 10നെ 11 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയാൽ മതി. 100 ആദ്യത്തെ 100 എണ്ണസംഖ്യയുടെ തുക കാണാൻ 100നെ 101 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ഇതാ എളുപ്പം വരുന്നു. 100നെ 101 കൊണ്ട് ഗുണിക്കാൻ 100ന്റെ പകുതി അങ്ങോട്ട് എടുക്കുന്നു. അത് 50 ആണ്. 50നെ 101 കൊണ്ട് ഗുണിച്ചാൽ ഏതൊരു രണ്ടക്ക സംഖ്യയെയും 101 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗം ആ രണ്ടക്ക സംഖ്യ 2 പ്രാവശ്യം എഴുതി കൊടുത്താൽ മതി. ഇപ്പൊ 25നെ നിങ്ങൾക്ക് 101 കൊണ്ട് ഗുണിക്കേണ്ട സന്ദർഭം വന്നാൽ 25 × 101 അവിടെ 25 2 പ്രാവശ്യം എഴുതിയാൽ മതി. കാരണം 25 × 100 എന്ന് പറഞ്ഞാൽ 2500 ആണ്. 25 × 101 ആകുമ്പോൾ ഒരു 1 കൂടി ഉണ്ട്, അത് 25 ഇത് രണ്ടും കൂടി കൂട്ടി അതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് 50 എഴുതി കൊടുത്താൽ മതി. അത് എളുപ്പമാക്കും. ശരി, ഇവിടെ ആദ്യത്തെ 10 ത്രികോണ സംഖ്യകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു സ്കൂളിന്റെ പേര് വിളിക്കും. ആ ആദ്യത്തെ 10 ത്രികോണ സംഖ്യകളുടെ പേര് ഏതൊക്കെയാണെന്ന് ഒരു കുട്ടി മുന്നോട്ട് വന്ന് പറയുക.
ഞാൻ ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ ആദ്യം അവസരം കൊടുത്തു, പിന്നെ ഓരോ സ്കൂളിൽ ഞാൻ തന്നുകൊണ്ടിരിക്കും. കോടന്നൂർ UP-യിലെ ഒരു കുട്ടി മുന്നോട്ട് വന്നു. കോടന്നൂർ UP-യിലെ ഒരു കുട്ടി മുന്നോട്ട് വരും. പേര് പറയും. ആ കുട്ടിയില്ല. ശരി, പോട്ടെ. ഇനി ഞാൻ അടുത്ത സ്കൂളിനെയാണ് വിളിക്കുന്നത്. അമ്മാടം സ്കൂളിലെ ഒരു കുട്ടി ഈ 1 മുതൽ 55 വരെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അമ്മാടം സ്കൂളിനെ ഇതാ വിളിക്കുന്നു. അമ്മാടം. യെസ്, പേര് പറയൂ. ജിയ. ജിയ. ജിയ, ട്രയാങ്കിൾ നമ്പർ ഒക്കെ ഒന്ന് പറഞ്ഞു തന്നെ. 1, 3, 6, 10, 15, 21, 28, 36, 45, 55. അപ്പൊ ജിയ, ഞാൻ പറയുന്ന ചോദ്യത്തിനൊന്ന് ഉത്തരം പറയാൻ ശ്രമിക്കാമോ? യെസ്. മോൾ ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. Which is the 10th triangular number? 55. 55. Which is the 4th triangular number? 10. Which is the 30th triangular number? ആർക്കെങ്കിലും ജിയെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? 13/31/2. എന്താണ് ജിയ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും മതി. 13/31/2. വെരി ഗുഡ്. ജിയക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കണേ. 13/31/2 is the right answer. ജിയ, 30യുടെ പകുതി എത്രയാണ്? 15. 15. 15 into 31 എത്രയാണ് എന്ന് നമുക്ക് പിന്നീട് ഗുണിച്ച് നോക്കാം. ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ഗുണനൊക്കെ എളുപ്പമാർഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നിലല്ല അവസാനിക്കുന്നത്. നമുക്ക് വേറെ മെത്തേഡ് ഉപയോഗിക്കാം. ശരി, ഏതായാലും ഈ ഉത്തരത്തിലേക്ക് വന്നതിൽ സന്തോഷം. ഇനി ജിയോടാണ് എന്റെ അടുത്ത ചോദ്യം. തയ്യാറാണോ? ഉത്തരം പറയാൻ തയ്യാറാണോ ജിയ? ആൻസർ പറയാൻ തയ്യാറാണ്? യെസ്. എന്നാ ജിയ ശ്രദ്ധിച്ചോളൂ. ട്രയാങ്കിൾ നമ്പർ എന്ന് വരാൻ സാധ്യതയുള്ള അടുത്ത USS ചോദ്യമാണ്. ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് ജിയ. കണ്ടോ എത്ര മനോഹരമായിട്ടാണ് വരച്ചത്. നിങ്ങളും വരയ്ക്കും. എല്ലാവരും വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ കണ്ടോ മുഹമ്മദ് റഷാൻ, നമ്മൾ മൈക്ക് ഓൺ ആയിട്ട് പോലും ഒരു കുട്ടി അവിടുന്ന് അപശബ്ദം പുറപ്പെടുവിക്കുന്നില്ല. അതാണ് നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മൈക്ക് മ്യൂട്ട് ചെയ്യുന്നില്ല. ശരി, എല്ലാവരും വരച്ചു കഴിഞ്ഞു. ഇനി ജിയ നമ്മൾ പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ ജിയ? യെസ്. ഇതിൽ എത്ര ത്രികോണമാണ് ഇപ്പോൾ ഉള്ളത് ജിയ? ഓൺലി വൺ. ഓൺലി വൺ. ജിയ, ഇപ്പോൾ ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3. 1, 2, 1 + 3 ആണ്. ജിയ, ഇപ്പോൾ പോയി കറണ്ട് പോയി കണ്ടോ? ഒറ്റ മിനിറ്റ് നോക്കിക്കോട്ടെ. ജിയ, ഇപ്പോൾ ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 6. ഓഹോ, അതെന്താ മോള് ചെയ്തത്? എങ്ങനെയാണ്? 1, 2, 3. 1 + 2 + 3 ചെയ്തതാണല്ലേ? യെസ് ഓർ നോ? യെസ്. യെസ്. അപ്പോൾ ഇതാ വീണ്ടും വരുന്ന ചോദ്യം. ഇവിടെ വരുന്ന ചോദ്യം ഇതാ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നുകൂടി കൊടുക്കും. 1 ഇപ്പോഴത്തെ ട്രയാങ്കിൾ 3, 4 എല്ലാം കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പൊ ഈ നമ്പറിന്റെ പേരെന്താണ് ചെയ്യാൻ നമ്മൾ പഠിച്ചു വെച്ചത്? ഇപ്പോൾ എങ്ങനെയാണ് ജിയ ഈ നമ്പർ കിട്ടിയത്? നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ. എവിടെ നിന്ന് തുടങ്ങണം ആ നാച്ചുറൽ നമ്പർ? 1. The sum of consecutive natural number will get
triangular number. എന്താണ് ഇതിന്റെ മലയാളം നമ്മൾ കുട്ടികൾക്ക് മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടത് ചെയ്യാ? Natural numbers കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം triangular numbers. സംഖ്യ എന്നാണ് കേട്ടോ. ശരി, അത് കുട്ടികൾ എഴുതട്ടെ. എന്ന് ചെയ്യാൻ നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. ഇപ്പൊ മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നവും വന്നിട്ടില്ല. എല്ലാ മക്കളും വളരെ സൈലന്റ് ആയിട്ട് കിടക്കുകയാണ്. ശരി, ഇനി അടുത്ത ചെയ്യാ. വിച്ച് ഇസ് ദ ലീസ്റ്റ് ഓഡ് നമ്പർ? 1. 1. Very good. 1. 1 is equal to 1. What is the second odd number? 3. 1 plus 3 is equal to 4. What is the third odd number? 5. 1 plus 3 plus 5 is equal to 9. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 9. ഓക്കെ. 1 plus 3 plus 5 plus 7 is equal to 16. 16. Yes. 1 plus 3 plus 5 plus 7 plus 9 is equal to 25. 25. Very good. 25. ഇനി ചെയ്യാ, ഞാൻ ഇങ്ങനെ 1 മുതൽ 11 വരെ എഴുതാതെ നെക്സ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ കോഹോസ്റ്റ് കയറി പറയും. ഇല്ലെങ്കിൽ കോഹോസ്റ്റ് കയറി പറയും. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. മുഹമ്മദ് റഷാൻ ഒന്ന് സഹായിച്ചെടുക്കൂ. അടുത്ത നമ്പർ ഏതായിരിക്കും? 36. നെക്സ്റ്റ് 49. 49. നെക്സ്റ്റ് 64. നെക്സ്റ്റ് 81. 81. ഒന്ന് വെച്ചിട്ട് പറയാം. നെക്സ്റ്റ് 100. 100. ഈ 100 കിട്ടിയത് എത്ര ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ്? 10. എന്താ വസ്തുത പറയാത്തത്? മടി പഠിച്ച 1 മുതൽ 19 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ആണ് ഈ ഇത് കിട്ടിയത്. ശരി, ഇനി ഈ നമ്പറിന്റെ പ്രത്യേകത മക്കൾ നോക്കിക്കോളൂ. ഈ നമ്പറിനൊക്കെ ഞാൻ സ്ക്വയറിലാക്കുകയാണ്. ഈ നമ്പറിനൊക്കെ ഞാൻ സ്ക്വയർ വരയ്ക്കുകയാണ്. നിങ്ങളും അങ്ങനെ ചെയ്യുവിൻ. എല്ലാ ഈ നമ്പേഴ്സിനെയും ഒന്ന് സ്ക്വയറിനുള്ളിലാക്കുക. അപ്പൊ ഞാനിപ്പോൾ 1 സ്കൂളിലെ കുട്ടികളെ വിളിച്ചിട്ട് ഈ 1 മുതൽ 100 വരെ ഒന്ന് കൃത്യമായിട്ട് പറയാൻ ആവശ്യപ്പെടുകയാണ്. ആരാണ് മുന്നോട്ട് വരുന്നത്? ഒന്ന് മുതൽ 100 വരെയുള്ള ഈ സ്ക്വയർ നമ്പർ കാണാതെ പറയാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? ആരുമില്ലേ? ആ, പേര് പറയൂ. പേര് പറയൂ. മാഷേന്നാ കേട്ടു. അമ്മാടെ സ്കൂൾ ആർച്ച. ആർച്ചയാണ് വന്നത്. എന്നാലും അവിടുത്തെ കുട്ടികൾ മിണ്ടിയിട്ടില്ല. അമ്മാടം സ്കൂളിലെ ആർച്ചയോടാണ് എന്റെ ചോദ്യം. ആർച്ചക്ക് ഞാൻ പറയുന്നത്, ആർച്ച, can you read 1 to 100? Yes. Yes. 1, 4, 9, 16, 25, 36, 49, 64, 81, 100. these numbers are called Perfect numbers. no square number. Perfect squares, square numbers are. 1 to 1 is 1 square. 2 into 2 is 2 square. 3 into 3 is 3 square. That is 9. അപ്പോൾ
ആർച്ച കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം പക്ഷേ. നമ്മൾ രണ്ട് നമ്പേഴ്സ് ആണ് ഇപ്പൊ ഇവിടെ കണ്ടത്. വൺ ഈസ് ട്രയാങ്കുലർ നമ്പർ ആൻഡ് അതർ ഈസ് സ്ക്വയർ നമ്പേഴ്സ്. ട്രയാങ്കുലർ നമ്പർ എങ്ങനെ കിട്ടി എന്ന് നമുക്കറിയാം, സ്ക്വയർ നമ്പേഴ്സും എങ്ങനെ കിട്ടി എന്ന് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. എല്ലാ കുട്ടികളോടുമുള്ള എൻ്റെ ഒരേ ഒരു ചോദ്യം, ഈ സ്ക്വയർ നമ്പേഴ്സും ഈ ട്രയാങ്കുലർ നമ്പേഴ്സും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു നമ്പേഴ്സ്? What is the relation between these two numbers? നല്ല ഒരു റിലേഷൻ നിങ്ങൾ പറഞ്ഞാൽ മതി. ട്രയാങ്കിൾ നമ്പറിലെ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറും കൂടി ആഡ് ചെയ്താൽ സ്ക്വയർ നമ്പറിലെ സെക്കൻഡ് കിട്ടും. വെരി ഗുഡ്. അതാരാ പറയുന്നത്? അതാരാ പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? ആദിഷ്. ഏത് സ്കൂളാണ്? പനമരം. വയനാട്ടിലെ പനമരത്തിലുള്ള ആദിഷിന് എല്ലാവരും നല്ല ലൈഫ് കൊടുക്കണം. ആദിഷ് പറഞ്ഞ ഉത്തരം ശരിയാണ്. 1ഉം 3ഉം കൂടി കൂട്ടിയാൽ 4 കിട്ടുന്നു. ആദിശെ 6ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ 9 കിട്ടുന്നു. ആദിശെ 10ഉം 15ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 25 കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു നിയമം അവിടെ എഴുതി വെക്കാം. എന്താണ് നിങ്ങൾ എഴുതേണ്ട കാര്യം? ആദിശെ, എന്താണ് മുഹമ്മദ് റഷാൻ ഇവർ എഴുതേണ്ടത്? മുഹമ്മദ് റഷാൻ ഇവർ എഴുതേണ്ട കാര്യം എന്താണ് മകനെ? ഒന്ന് പറയാം. തുടർച്ചയായ 2 ത്രികോണ സംഖ്യകളുടെ തുക ഒരു വർഗസംഖ്യയായിരിക്കും. സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് എഴുതി വെച്ചോളൂ, ഞാൻ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്. സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പർ ഈസ് എ സ്ക്വയർ നമ്പർ. Sum of 2 consecutive triangular number is a square number. മലയാളം, 2 അടുത്തടുത്ത ത്രികോണ സംഖ്യകളുടെ തുക ഒരു വർഗസംഖ്യ ആയിരിക്കും. അതാണ് ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ചത്. അപ്പൊ 2 നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചു. അതില് ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് ഞാൻ ഇവിടെ എഴുതും. എന്താണ് നിങ്ങൾ പറയുന്നത്? സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. 1729 വളരെ പ്രസിദ്ധമായ ഒരു നമ്പറാണ്. ടൈപ്പ് ചെയ്യാം. യെസ്, എന്താണ് കുട്ടികൾ ടൈപ്പ് ചെയ്ത്? ഇഷാൻ സാർ എല്ലാവരും രാമാനുജൻ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിയാണ്, രാമാനുജ നമ്പർ ശരിയാണ്, പഠിച്ചു വെക്കേണ്ട നമ്പറാണ്. അടുത്ത രണ്ടാമത്തെ നമ്പർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. എന്താണെന്ന്? 6174. കുട്ടികൾ ടൈപ്പ് ചെയ്തു. എന്താ ടൈപ്പ് ചെയ്തത്? കാപ്രേക്കർ നമ്പർ. കാരണം മുമ്പ് ക്ലാസ് കിട്ടാത്തവർക്ക് പെട്ടെന്ന് ഇതൊന്ന് പറഞ്ഞു പോയാൽ ബാക്കിയുള്ള എളുപ്പമായിരിക്കും. ഇനി അടുത്തത്, അപ്പൊ ഈ 2 നമ്പേഴ്സും ഇവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഗണിത ശാസ്ത്രകാരന്മാരുടെ പേരിൽ അറിയപ്പെടുന്നതാണ്. വളരെ പ്രസിദ്ധരായ ഗണിത ശാസ്ത്രജ്ഞരാണ് ഇവരൊക്കെ. അവരുടെ പേരിലാണ് ഈ നമ്പേഴ്സ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക, ഈ രാമാനുജ നമ്പറിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് ചോദ്യം. അങ്ങനെയൊക്കെ വരിക. ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ രാമാനുജ നമ്പർ? നിങ്ങളിപ്പോ അത് എഴുതില്ല എന്ന് എനിക്കറിയാം, കാരണം ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എടുത്തിട്ടില്ല. അത് ഫാക്ടറൈസ് ചെയ്ത് പോകേണ്ടതാണ്, എന്നിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. ശരി, അടുത്ത 2-3 നമ്പേഴ്സ് കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്, ശ്രദ്ധിക്കുക. അടുത്ത ഒരു നമ്പറാണ്, നിങ്ങൾക്ക് എഴുതി വെക്കാം. പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പറിന്റെ മലയാളം അനഘസംഖ്യ എന്നാണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള നമ്പറാണ്. ഇതിന്റെ ചോദ്യം വരുന്നത് വേറൊരു സ്റ്റൈലാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ്
496 except 496. മലയാളം ഇതാണ്. 496 ഒഴികെ 496ന്റെ ഘടകങ്ങളുടെ തുക എത്ര എന്നാണ് പെർഫെക്റ്റ് നമ്പർ ആയിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരിക. ആ ചോദ്യത്തിൽ 4 പെർഫെക്റ്റ് നമ്പർ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് പെർഫെക്റ്റ് നമ്പർ ഈ 6 ആണ്. 6ന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ 1, 2, 3, 6 ആണ്. 6 ഒരു സംഖ്യ അതിന്റെ തന്നെ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 + 2 + 3 കൂട്ടിയാൽ 6 കിട്ടും. അതുകൊണ്ടാണ് 6 ആദ്യത്തെ പെർഫെക്റ്റ് നമ്പറിന്റെ സ്ഥാനത്ത് കിട്ടിയത്. ഇനി രണ്ടാമത്തെ പെർഫെക്റ്റ് നമ്പർ 28 ആണ്. ആ 28 1, 2, 4, 7, 14 and 28 ആണ്. ഇവിടെ നിങ്ങൾക്ക് 1 + 2 + 4 + 7 + 14 കൂട്ടിയാൽ 28 കിട്ടും. കാരണം 1 × 28 28, 2 × 14 28, 4 × 7 28. അവിടെയും നിങ്ങൾക്ക് ചോദ്യം വരാം, 28 ഒഴികെ 28ന്റെ ഘടകങ്ങളുടെ തുക എത്ര? 28. 6 ഒഴികെ 6ന്റെ ഘടകങ്ങളുടെ തുക എത്ര? 6. മൂന്നാമത്തെ പട്ടികയിൽ വരുന്ന നമ്പറാണ് 496. അവിടെയാണ് നമുക്ക് ചോദ്യം വന്നത്. ഒറ്റ ഒന്നുകൂടി പഠിച്ചു വെക്കണം, 8128. ശ്രദ്ധിക്കുക, പെർഫെക്റ്റ് നമ്പർ അവസാനിക്കുന്നത് 6ലും 8ലും 6ലും 8ലുമാണ്. ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നേരത്തെ സോഷ്യൽ സയൻസിന്റെ ഒരു ക്ലാസ്സിൽ നേരത്തെ തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്കിവിടെ ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞാല് നെറ്റ് കാര്യങ്ങൾക്കൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് നമ്പേഴ്സ് വെച്ച് തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇനി മുൻപ് ക്ലാസ് കിട്ടാത്ത കുട്ടികൾക്കും ക്ലാസ്സിൽ മനസ്സിലാകാത്ത കുട്ടികൾക്കും ഇത് പറയാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. 8686171729. ഇന്ന് ഇതിൽ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ ചോദ്യത്തിന് ആൻസർ പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പറയാം. യെസ്, ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ന് ചോദ്യം ഇതിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കും മുഹമ്മദ് റഷാൻ. Okay, sir. The sum of 5 consecutive natural number is 125. Which is the least one? മലയാളം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 125 ആണ്. ഏറ്റവും ചെറുതേത്? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 125 ആണ് എങ്കിൽ അതിൽ ചെറുതേത്? ഇപ്പം വേണ്ട, യൂട്യൂബിൽ ഈ ക്ലാസ് USS ക്ലാസിന്റെ നമ്പർ ഇട്ട് കൊണ്ടുവരും. അതിൽ യൂട്യൂബിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. The sum of 5 consecutive natural number is 125. Which is the least one? കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടിയിരുന്നത് 5നും 6നുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ആ ലെവലിലേക്കുള്ള ക്ലാസ്സിലേക്കുള്ള കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നിങ്ങളും കൂടി അവരെ സഹായിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതിൽ വേറെ ചോദ്യങ്ങൾ നോക്കാം. യെസ്, ഈ ചോദ്യം വായിച്ചെടുക്കും മുഹമ്മദ് റഷാൻ. Okay, sir. The sum of 9 consecutive natural number is 117. Which is the largest one? തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 117 ആണ്. ഏറ്റവും വലുതേത്? അതായത് നേരത്തെ നമ്മൾ ഏറ്റവും ചെറുതേത് എന്നാണ് ചോദിച്ചത്. ഇപ്പൊ ചോദിക്കുന്ന ഏറ്റവും വലുതേതാണ്. ഇതിൽ ഞാൻ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചത്, എന്നാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എളുപ്പമാവും. ഇത് ചെയ്യാനുള്ള ഒരു വിദ്യ, പല വിദ്യകളുമുണ്ട്, ഒരു വിദ്യ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഇവിടെ 5 തുടർച്ചയായ നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 5 തുടർച്ചയായ നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5 തുടർച്ചയായ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5നെ ഇങ്ങെടുക്കുക. 5 എടുത്തിട്ട് അതിൽ നിന്ന് 1 അങ്ങ് മൈനസ് ചെയ്യും. 5ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നിങ്ങൾക്കറിയാം 4 ആണ്. ആ 4ന്റെ പകുതി എത്രയാണ് മുഹമ്മദ് റഷാൻ? 4ന്റെ പകുതി 2. ശ്രദ്ധിക്കുക, 5 പറഞ്ഞു, 1 കുറച്ചു, 4 കിട്ടി, പകുതി അവിടെ എടുത്ത് വെച്ചു.
ഇനി 5 എണ്ണത്തിന്റെ ആകും 125 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 125 5 ഡിവൈഡ് ചെയ്താൽ എത്രയാ? 25. 2 5 10 25 5 25. അപ്പോ എത്രയാണ് മുഹമ്മദ് റഷാൻ ഈ 125 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ? 25. 25. അപ്പോൾ ഈ 25 നിന്ന് നേരത്തെ ഈ മാറ്റിവെച്ച 2 കുറച്ചാൽ ഏറ്റവും ചെറുതായ 23 കിട്ടും. ഈ 25നോട് നേരത്തെ മാറ്റിവെച്ച 2 കൂട്ടിയാൽ ഏറ്റവും വലുതായ 27 കിട്ടും. എന്ന് പറഞ്ഞാൽ ആ തുടർച്ചയായ നമ്പറിൽ 23, 24, 25, 26 സംഖ്യകൾ. എന്ന് പറഞ്ഞാൽ 23 + 24 + 25 + 26 + 27 ഇത്രയായിരിക്കുമെന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു പറയൂ. 125. ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ ഈ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്വന്തം ചെയ്യുമെങ്കിൽ ഒച്ചത്തിൽ യെസ് എന്ന് വിളിച്ചു പറയൂ. ആ രണ്ടാമത്തെ ചോദ്യം ആദ്യമായിട്ട് യൂട്യൂബിൽ വരുമ്പോൾ ആദ്യത്തെ ടൈപ്പ് ചെയ്യുന്ന ആദ്യത്തെ 20 കുട്ടികളിൽ ആദ്യത്തെ 20 ഒരാളായിട്ട് ഞാൻ മാറുമെന്ന് ഒച്ചത്തിൽ യെസ് എന്ന് പറയൂ. ഇനി അടുത്ത ചോദ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 2 ഹോംവർക്ക് തന്നെ. ഇനി അടുത്തതിൽ എന്തെങ്കിലും ഉണ്ടോ? കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണല്ലോ മുഹമ്മദ് റഷാൻ കാണുന്നത്. ചോദ്യം ഒന്ന് വായിച്ചെടുത്തു മുഹമ്മദ് റഷാൻ. In a particular month, the days of 3 Wednesday are even numbers. Which days is 24th of that month? In a particular month, the days of 3 Wednesdays are even numbers. എന്തൊരു ചോദ്യമാണത്? ഒരു പ്രത്യേക മാസത്തിൽ 3 ബുധനാഴ്ചകൾ ഇരട്ടകളാണ്. പറയും മക്കളെ, ഇരട്ട സംഖ്യ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പൊ പറയാൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അനുകരിക്കണ്ട ഞാൻ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു, മയക്കുന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് പിന്നീട് ചെയ്യുന്നു. 3 ബുധനാഴ്ചകൾ ഇരട്ടകളാണെങ്കിൽ ബുധനാഴ്ച എന്ന് നമ്മൾ ഇവിടെ എഴുതുന്നു, വെനസ്ഡേ എന്ന് നമ്മൾ അവിടെ എഴുതുന്നു. ആദ്യത്തെ ഇരട്ട സംഖ്യ 2 ശരി, ഞാൻ വേണമെങ്കിൽ ഇവിടെ അങ്ങ് ഉറപ്പിച്ച് തരാം. 2ന്റെ താഴെ കളറിൽ വരിക 9 ആണ്. 9ന്റെ താഴെ കളറിൽ വരിക 16 ആണ്. 16ന്റെ താഴെ കളറിൽ വരിക 23 ആണ്. 23ന്റെ താഴെ കലണ്ടറിൽ വരിക 30 ആണ്. അപ്പോൾ ഇവിടെയുള്ള ഇരട്ടകൾ ഏതൊക്കെയാണ്? 2, 16, 30. അത് ബുധനാഴ്ചയാണ്. In a particular month, 3 Wednesdays are even numbers. എങ്കിൽ ഈ ബുധനാഴ്ചയാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. നിങ്ങൾ പറയൂ ഒന്നിച്ച് 24-ാം തീയതി ഏത് ദിവസമായിരിക്കും? ശരി, ഇനി അടുത്ത ഒരു ചോദ്യം ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ടില്ല, എന്നാലും ചോദ്യം എന്നോട് ചോദിച്ചു പോവുകയാണ്. വായിക്കുമോ ദർശൻ? എന്താണ് ആ ചോദ്യം? Okay, sir. Which of the following below has an odd number of factors? Options 97, 98, 99, 100. ഇതിൽ ഏതോ ഒരു സംഖ്യക്ക് ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കും എന്ന് പറയുന്നു.
നിങ്ങളറിയുമോ 1 എന്ന സംഖ്യക്ക് ഒരു ഘടകം, 4 എന്ന സംഖ്യക്ക് 1, 2, 3, 4 ഒറ്റയാണ് ഘടകം, 3 ഘടകം. 9 എന്ന സംഖ്യക്ക് 1, 3, 9 3 ഘടകം. 16 എന്ന സംഖ്യക്ക് 1, 2, 4, 8, 16 5 ഘടകം. ഇവിടെയൊക്കെ 16നും 9നും ഒറ്റ ഘടകമാണെങ്കിൽ ഇവിടെ ഒറ്റ ഘടകം വരാനുള്ള സംഖ്യക്ക് സാധ്യതയുള്ളത് ഏതാണെന്ന് നിങ്ങൾ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ കമന്റ് ചെയ്യേണ്ടതാണ്. പോകാൻ നമുക്ക് അടുത്ത എന്തെങ്കിലും ചോദ്യം കാണുന്നുണ്ടോ മുഹമ്മദ് റഷീദ്? കാണുന്നുണ്ടോ? യെസ്, പറയൂ, എന്താണ്? Which of the following number below has exactly 3 factors? 3 ഘടകങ്ങൾ മാത്രമുള്ള ഒരു സംഖ്യ ഇതിലേതോ ഉണ്ട്. ഈ സംഖ്യകളാകട്ടെ എല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. 400ന്റെ സ്ക്വയർ റൂട്ട് 20 ആണ്. 20ന്റെ സ്ക്വയർ, 21ന്റെ സ്ക്വയർ, 23ന്റെ സ്ക്വയർ, 24ന്റെ സ്ക്വയർ ആണ്. ഇതൊക്കെ എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. പക്ഷേ ഇവിടെ എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ തന്നെ ഇതില് ഒരെണ്ണത്തിന് മാത്രമേ 3 ഘടകമുള്ളൂ. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ശ്രദ്ധിച്ചോളൂ, കണ്ടുപിടിക്കാൻ എങ്ങനെ സഹായിക്കാം? നിങ്ങൾ നോക്കൂ, 2 എന്ന സംഖ്യ ഒരു പ്രൈം നമ്പറാണ്. ആ 2ന്റെ സ്ക്വയർ ആയ 4, ആ 4ന് 3 ഘടകം മാത്രമേ ഉള്ളൂ. 3 is a prime number. 3 square is 9. 9 has only 3 factors, 1, 3 and 9. 5 is a prime number. 5 square is 25. 25 has only 3 factors, 1, 5 and 25. Square of a prime number has only 3 factors. ഒരു അഭാജ്യ സംഖ്യയുടെ വർഗത്തിന് 3 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിലേതോ ഒരു സംഖ്യ ഒരു അഭാജ്യ സംഖ്യയുടെ വർഗമാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പ്രസക്തി. 1നും 100നും ഇടയിലുള്ള 25 അഭാജ്യ സംഖ്യകൾ 2, 3, 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 61, 67 ഈ രീതിയിൽ 97 വരെയുള്ള 25 പ്രൈം നമ്പർ നിങ്ങൾ കാണാതെ പഠിച്ചോ. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് സ്ക്വയർ നമ്പർ ആണെന്ന് തിരിച്ചറിഞ്ഞോ, 1 മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞത്.